ഷിജോ, ഗുഡ് മോർണിംഗ്. ഹാപ്പി റിപ്പബ്ലിക് ഡേ. ഗുഡ് മോർണിംഗ് സേതു. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ പത്രവിശേഷങ്ങൾ? ഇന്ന് പ്രധാനമായും പത്രങ്ങൾ കേന്ദ്രീകരിക്കുന്നത് പത്മ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലാണ്. ഏറ്റവും കൂടുതൽ ഇടം ഉൾപേജിലും മുൻപേജിലുമൊക്കെ പത്രങ്ങൾ നൽകുന്നത് ഈ വിധത്തിലാണ്. നമുക്ക് മലയാള മനോരമയിൽ നിന്നും തുടങ്ങാം. പത്മവിഭൂഷൺ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് മരണാനന്തര ബഹുമതി നൽകി VS-നെ രാജ്യം ആദരിക്കുന്നു എന്നതിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് മലയാള മനോരമ ഇതുമായി ബന്ധപ്പെട്ട് മുൻപേജിൽ നൽകുന്നത്. VS-ന്റെ ചിത്രമടക്കം വെച്ചുകൊണ്ടുള്ള ഒരു ലേഔട്ടും ഇന്ന് ഈ വാർത്തയ്ക്ക് നൽകുകയാണ്. KT തോമസ്, N രാജം, P നാരായണൻ, ധർമ്മേന്ദ്ര എന്നിവർക്കും പത്മവിഭൂഷൺ. 5 പേരിൽ 4 മലയാളികളാണ് എന്ന അഭിമാനകരമായ കാര്യവും എടുത്തു കാട്ടുന്നു മലയാള മനോരമ. മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളിക്കും പത്മഭൂഷൺ എന്നതടക്കമുള്ള വിശദാംശങ്ങൾ നൽകിക്കൊണ്ട് മലയാള മനോരമ 1-ാം പേജിൽ ഈ ഒരു റിപ്പോർട്ട് മാത്രമാണ് നൽകുന്നത്. ഏതാണ്ട് 1-ാം പേജിൻ്റെ പകുതിയോളം എടുത്ത് ഈ റിപ്പോർട്ട് നൽകുകയാണ്. മനോരമയുടെ ഉൾപേജുകൾ കൂടി പരിശോധിച്ചു പോകാം. മനോരമ ഇന്ന് പ്രധാനപ്പെട്ട വാർത്തയായി എടുത്തു കാട്ടുന്ന മറ്റൊരു വിഷയം SIR-മായി സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടാണ്. അത് ഇങ്ങനെ നൽകുന്നു. 19 ലക്ഷമല്ല 37 ലക്ഷം പേർ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ടാണ് ഈ വാർത്ത നൽകുന്നത്. SIR രേഖകൾ ഹാജരാക്കേണ്ടവർ ഇരട്ടിയായി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ സാരാംശം എന്നുള്ളത്. സമയം ഫെബ്രുവരി 14 വരെയാണ്. എന്നാൽ ലക്ഷങ്ങൾ പട്ടികയിൽ നിന്ന് പുറത്താകുമോ എന്ന ആശങ്ക മലയാള മനോരമ ഈ റിപ്പോർട്ടിൽ പങ്കുവെക്കുന്നുണ്ട്. മനോരമയുടെ തന്നെ ഉള്ളിലേക്ക് എത്തുമ്പോൾ പത്മ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾക്ക് വലിയ ഇടം തന്നെ നൽകുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളടക്കമുള്ള കാര്യങ്ങൾ വിശകലനം വരുന്നുണ്ട് ഇതിൻ്റെ അത്. അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് 9-ാം പേജിൽ മനോരമ നൽകുന്നത് രാഷ്ട്രീയ പത്മം എന്ന തലക്കെട്ട് നൽകിക്കൊണ്ടാണ്. ചർച്ചകൾക്ക് വഴി തുറന്ന് പത്മ പുരസ്കാരങ്ങൾ എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതിൻ്റെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പ്രഖ്യാപിച്ച് CPM-നെ കേന്ദ്ര സർക്കാർ വെട്ടിലാക്കിയിരിക്കുകയെന്നാണ് മനോരമ പറയുന്നത്. പുരസ്കാരം സ്വീകരിക്കണോ എന്ന് കുടുംബം തീരുമാനിക്കട്ടെ എന്നാണ് നിലപാടെന്ന് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ഇത്തരം പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള CPM-ന്റെ കീഴ്വഴക്കത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇത്. ബംഗാൾ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്ക് 2022-ൽ പത്മഭൂഷൺ നൽകുന്നതായി പ്രഖ്യാപിക്കുകയും നിരസിക്കുന്നതായി ബുദ്ധദേവിൻ്റെതായി പാർട്ടിയുടെ പ്രസ്താവന ഇറങ്ങുകയും ചെയ്തിരുന്നു. മോദി സർക്കാർ നൽകുന്ന ബഹുമതിയായാണ് ഇതിനെ കണക്കിലെടുക്കേണ്ടത് എന്ന് അന്ന് പാർട്ടി നേതൃത്വം സൂചിപ്പിച്ചിരുന്നു. ഇത്തരത്തിൽ പല നേതാക്കളുടെയും പേരുകൾ പരിഗണനയിലേക്ക് വന്നിരുന്നു മുൻപ്. എന്നാൽ ഇവർ ഇത് ഏറ്റുവാങ്ങില്ല അല്ലെങ്കിൽ സ്വീകരിക്കില്ല എന്നുള്ളത് കൊണ്ട് പിന്നീട് നൽകാതെ പോയി എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നരസിംഹറാവു സർക്കാരിൻ്റെ കാലത്ത് EMS പത്മവിഭൂഷൺ നിരസിച്ച ചരിത്രവും 96-98-ൽ ഐക്യമുന്നണി സർക്കാരിൻ്റെ കാലത്ത് ബംഗാൾ മുഖ്യമന്ത്രി ജ്യോതി ബസുവിന് ഭാരതരത്നം, CPM ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജിത്തിന് പത്മവിഭൂഷൺ എന്നിവ നൽകാൻ ആലോചന ഉണ്ടായിരുന്നുവെങ്കിലും സ്വീകരിക്കില്ല എന്ന് അറിയിച്ചതിനാൽ പ്രഖ്യാപിച്ചില്ല എന്നാണ് വാർത്തയിൽ പറയുന്നത്. മറ്റൊരു റിപ്പോർട്ട് പത്മ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് മലയാള മനോരമയുടെ ഉൾപേജിൽ ഇടം പിടിക്കുന്നത് മമ്മൂട്ടിയുടെ പ്രതികരണമാണ്. നന്ദി 100 വട്ടം എന്ന തലക്കെട്ട് നൽകിക്കൊണ്ടാണ് ഈ റിപ്പോർട്ട് നൽകുന്നത്. പത്മഭൂഷൺ ആഹ്ലാദ നിമിഷത്തെക്കുറിച്ചുള്ള പ്രതികരണം ആരാഞ്ഞപ്പോൾ രാജ്യത്തിൻ്റെ അംഗീകാരത്തിൽ വലിയ സന്തോഷം അപ്രതീക്ഷിതമായിരുന്നു എന്നും മമ്മൂട്ടി പറയുന്നുണ്ട്. ഇതോടൊപ്പം ഈ പുരസ്കാരം അല്ലെങ്കിൽ അംഗീകാരം ലഭിക്കാൻ വയ്യോ എന്നുള്ള ചോദ്യത്തിന് ഇതൊന്നും ചോദിച്ചു വാങ്ങേണ്ട ബഹുമതികളല്ല എന്ന മമ്മൂട്ടിയുടെ പ്രതികരണവും നൽകുകയാണ് മലയാള മനോരമ. മാതൃഭൂമിയുടെ മുൻപേജിലേക്ക് എത്തുമ്പോൾ പത്മാഭിമാനം എന്ന തലക്കെട്ട് നൽകിക്കൊണ്ടാണ് VS-ന് പത്മവിഭൂഷൺ ലഭിച്ച, മമ്മൂട്ടിക്ക് അംഗീകാരം ലഭിച്ചത് അടക്കമുള്ള വാർത്തകളെ എടുത്തു കാട്ടുന്നത്. വിശദമായ റിപ്പോർട്ട് നൽകുന്നുണ്ട്. മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളിക്കും പത്മഭൂഷൺ എന്ന ഉപതലക്കെട്ടിൽ മറ്റൊരു റിപ്പോർട്ട് അടക്കമാണ് നൽകുന്നത്. മാതൃഭൂമിയുടെ ഉൾപേജുകളിലേക്ക് പോകുമ്പോൾ CPI-യുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത ജനങ്ങൾ തിരുത്തും എന്ന തലക്കെട്ട് നൽകിക്കൊണ്ടൊരു റിപ്പോർട്ട് വലിയ പ്രാധാന്യത്തോടെ ഇടം പിടിക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് ജനങ്ങൾ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് എന്നാണ് CPM-ന്റെ കണ്ടെത്തൽ നിന്ന് മാതൃഭൂമി പറയുന്നു. തിരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് ജനങ്ങളെ കേൾക്കാൻ വീട് കയറിയ CP നേതാക്കൾ കേട്ടതെല്ലാം പോസിറ്റീവാണ് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. MV ഗോവിന്ദൻ മാഷിൻ്റെ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെടുത്തി അതിൻ്റെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള റിപ്പോർട്ടാണ് ഇത്. മാതൃഭൂമിയുടെ ഉൾപേജിലേക്ക് എത്തുമ്പോൾ പത്മ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇടം പിടിക്കുന്നു. പ്രാധാന്യമുള്ള റിപ്പോർട്ടാണ്. സംസ്ഥാനം നൽകിയ പട്ടികയിൽ VS-ഉം
വെള്ളാപ്പള്ളിയും ഇല്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. BJPയോട് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരു കാലത്തും തയ്യാറാകാത്ത കമ്മ്യൂണിസ്റ്റ് നേതാവായ VS അച്യുതാനന്ദനെയാണ് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകി ആദരിച്ചത് BJP സർക്കാർ, മോദി സർക്കാർ എന്ന നിലയ്ക്ക് ഒരു റിപ്പോർട്ട് നൽകുന്നു. പത്മയിൽ പൊതിഞ്ഞ് രാഷ്ട്രീയം, അതിൻ്റെ രാഷ്ട്രീയ ആംഗിൾ കണ്ടെത്തുകയാണ് മാതൃഭൂമി ഈ റിപ്പോർട്ടിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടായി നൽകുന്നത്. മാധ്യമത്തിൻ്റെ ഉൾപ്പേജിലേക്ക് എത്തുമ്പോൾ മാധ്യമം നൽകുന്നത് അഭിമാന കേരളം എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് പത്മ പുരസ്കാരങ്ങളുടെ വാർത്ത നൽകുന്നു. ചിത്രങ്ങളടക്കം വലിയ പ്രാധാന്യത്തോടുകൂടി മുൻ പേജിൻ്റെ പകുതിയോളം സ്പേസ് നൽകിക്കൊണ്ടാണ് റിപ്പോർട്ടിനെ കാണുന്നത്. മാധ്യമത്തിൻ്റെ മറ്റ് പേജുകളിലേക്ക് എത്തുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത ശശി തരൂരിനെ കൂടെ കൂട്ടാൻ CPM എന്ന തലക്കെട്ടിൽ ഉള്ള ഒരു റിപ്പോർട്ടാണ്. നിർണായകമായ ചർച്ച ദുബൈയിലെന്ന് സൂചന. ഇന്നലെ ചില ടെലിവിഷൻ ചാനലുകളിൽ വന്ന റിപ്പോർട്ട് അത് ആ രൂപത്തിൽ തന്നെ മാധ്യമത്തിൻ്റെ മുൻപേജിൽ ഇടം പിടിക്കുന്നുണ്ട്. എന്നാൽ ഏതെങ്കിലും നിലയ്ക്കുള്ള സ്ഥിരീകരണമോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥിരീകരണം ഈ വാർത്തയിൽ എവിടെയും ഉള്ളതായി കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. മാധ്യമത്തിന് മുൻപേജ് നോക്കുമ്പോൾ കണ്ണൂരിലെ പയ്യന്നൂരിലെ CPMലെ ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട വാർത്ത പ്രധാനപ്പെട്ട റിപ്പോർട്ടായി ഇടം പിടിക്കുന്നുണ്ട്. കുഞ്ഞികൃഷ്ണനെ പുറത്താക്കും CPIM എന്നാണ് പറയുന്നത്. തീരുമാനം CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ സ്വീകരിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ജില്ലാ കമ്മിറ്റി യോഗം അംഗീകാരം നൽകും എന്നും മാധ്യമം ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ദേശാഭിമാനി എടുക്കുമ്പോൾ ദേശാഭിമാനിയുടെ മുൻ പേജിൽ പത്മ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തയില്ല. എന്നാൽ ഈ SIRമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു മുൻ പേജിൽ. എന്നാൽ അതിൻ്റെ ആംഗിൾ വ്യത്യസ്തമാണ്. അടിമുടി ദുരൂഹത എന്നാണ് പറയുന്നത്. പുതിയതായി ഉൾപ്പെടുത്തിയത് 26 ലക്ഷം പേരെ എന്നും ദേശാഭിമാനിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് കത്ത് നൽകി. ചില ജില്ലകളിൽ 2 മുതൽ 6 ലക്ഷം വരെ അപേക്ഷകൾ BLOമാരുടെ വെരിഫിക്കേഷൻ ഇല്ലാതെയാണ് അപേക്ഷകളിൽ തുടർ നടപടി സ്വീകരിക്കുന്നത് എന്നടക്കമുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇത്. ദേശാഭിമാനിയുടെ ഉൾപ്പേജിലേക്ക് എത്തുമ്പോൾ VSന് പത്മവിഭൂഷൺ, മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളിക്കും പത്മഭൂഷൺ എന്ന വാർത്ത നൽകുന്നുണ്ട്. എന്നാൽ വലിയ സ്പേസ് നൽകാതെ ഒരു വാർത്ത എന്ന നിലയ്ക്ക് മാത്രം നൽകി പോകുന്നുണ്ട് ദേശാഭിമാനി. എന്നാൽ പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് ദേശാഭിമാനി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾക്കൊപ്പം ഉയർത്തിക്കാട്ടുന്നത് തന്ത്രിയുടെ 2.5 കോടി ഉറവിടം തേടി SIT എന്ന ഒരു റിപ്പോർട്ടാണ്. കണ്ഠരര് രാജീവര് തിരുവല്ലയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപിച്ച 2.5 കോടിയുടെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടി എന്നാണ് ദേശാഭിമാനി ഈ റിപ്പോർട്ടിൽ പറയുന്നത്. കോൺഗ്രസിൻ്റെ മുഖപത്രം വീക്ഷണം എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി അവർ ഉയർത്തിക്കാട്ടുന്നത് കണ്ണൂരിൽ നിന്നുള്ള പയ്യന്നൂരിൽ നിന്നുള്ള CPIMലെ വിഷയമാണ്. കള്ളം പിടിച്ചപ്പോൾ കുലംകുത്തിയാക്കി എന്ന തലക്കെട്ട് നൽകിക്കൊണ്ടാണ് ഈ റിപ്പോർട്ടിനെ വീക്ഷണം സമീപിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ റിപ്പോർട്ട്. പോരാട്ടത്തിൽ പുറകോട്ടില്ല എന്ന കുഞ്ഞികൃഷ്ണൻ്റെ പ്രതികരണമാണ് എടുത്ത് കാട്ടുന്നത്. മറ്റൊരു റിപ്പോർട്ട് വീക്ഷണത്തിൻ്റെ മുൻപേജിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി വരുന്നത് ആ പറ്റിക്കൽ കിറ്റുമായി വീണ്ടും എന്ന ബജറ്റിനെ കുറിച്ചുള്ള ഒരു സംസ്ഥാന ബജറ്റിനെ കുറിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാന ബജറ്റുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ ആംഗിളിൽ ഉള്ള ഒരു റിപ്പോർട്ടാണ്. അവസാന നിമിഷം വരുന്നു ബജറ്റ് വാഗ്ദാനങ്ങൾ, ഖജനാവ് കാലിയാക്കി വോട്ട് പിടിക്കാൻ സർക്കാർ നീക്കം എന്നാണ് ഈ റിപ്പോർട്ടിൽ വീക്ഷണം പറയുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. സേതു.